ജൂനിയർ ആയിട്ടുള്ളവർക്ക് കൂടുതൽ പദവികളും അംഗീകാരങ്ങളും കൊടുക്കുന്നു, അല്ലാത്തവർക്ക് ജയിക്കാവുന്ന സീറ്റ് തരില്ല. ജയിക്കാവുന്ന സീറ്റ് പൊതുവെ സ്ത്രീകൾക്ക് തരുന്നില്ല എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന രൂപത്തിലുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കാസ്റ്റിംഗ് കൗച്ച് എന്ന വാക്കാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ വീണയ്ക്ക് പറയാനുള്ളത്? വീണ, ഞാൻ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് ഒന്ന് രണ്ടുപേര് സംസാരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിക്കോട്ടെ. ശ്രീ മോഹൻലാൽ ഒന്നും അറിയാത്തതുപോലെ വന്ന് സംസാരിച്ചു പോയതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അദ്ദേഹം നായകനായിട്ടുള്ള ബ്രോ ഡാഡിയുടെ സെറ്റിൽ വെച്ച് പീഡനം അനുഭവിക്കേണ്ടി വന്നതും അതിനുശേഷം മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും അടക്കം പരാതി കൊടുത്തതിനെ കുറിച്ച് ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. അവർക്ക് സോഫ്റ്റ് ഡ്രിങ്കിൽ ലഹരി കലർത്തി കൊടുത്ത് അബോധാവസ്ഥയിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അതിലെ പ്രതിയെ സംരക്ഷിക്കുന്നത് CPM-ന്റെ കൊല്ലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണെന്നുള്ളത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇന്ന് ശ്രീ മോഹൻലാലിനെ സഖാവ് പിണറായി വിജയൻ പുകഴ്ത്തുകയും തിരിച്ച് സർക്കാരിനെ ശ്രീ മോഹൻലാൽ പുകഴ്ത്തുകയൊക്കെ ചെയ്യുന്നത് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കണ്ടതാണ്. തമ്മിൽ ഇവരെന്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് സത്യത്തിൽ അതിശയിച്ചു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. പിന്നെ ശ്രീ സുരേഷ് ഗോപി പൊതുസേവനത്തിന് വേണ്ടി വന്നുവെന്ന് രാഹുൽ ഈശ്വർ പറയുന്നത് കേട്ടു. പൊതുസേവനത്തിന് നമുക്ക് ഒരുപാട് ചാരിറ്റി സംഘടനകളൊക്കെ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്താം. അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് MP എന്നുള്ള പ്രിവിലേജും കേന്ദ്രമന്ത്രി എന്നുള്ള പ്രിവിലേജും ഒക്കെ തന്നെയാണ്. കൂടെ ഒരു സംശയം കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ തൃശൂർ പൂരം കലക്കാൻ പിണറായി പോലീസ് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് മലയാളികൾക്ക് നല്ല ബോധ്യമുണ്ട്. തീർച്ചയായും അല്ല, ഞാൻ അതിലേക്ക് വരാം. ശ്രീമതി സിമി റോസ്ബെൽ ജോണിന്റെ ആ ഇന്റർവ്യൂ പൂർണ്ണമായും ഞാൻ കണ്ട ഒരാളാണ്. അതിനകത്ത് 2-3 വനിതാ നേതാക്കന്മാരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നത് കേൾക്കാനിടയായി. ജൂനിയേഴ്സിന് കൂടുതൽ പദവികൾ പെട്ടെന്ന് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് പേരെടുത്ത് പറയപ്പെട്ട ഒരാള്, എനിക്ക് വ്യക്തമായി ബോധ്യമുള്ള ഒരു ആളെക്കുറിച്ച് ഞാൻ പറയട്ടെ. ഇന്ന് KPCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ആ വ്യക്തി, ഞാൻ ഇവിടെ പേര് വീണ്ടും ആവർത്തിക്കുന്നില്ല. അവര് ദീർഘകാലം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് മറ്റ് സംസ്ഥാനങ്ങളുടെ ചാർജ് വഹിച്ച് പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഒരാളാണ്. കൊച്ചി കോർപ്പറേഷനിലെ കൗൺസിലറായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. മഹിളാ കോൺഗ്രസിന്റെ കഴിഞ്ഞ തവണ ശ്രീമതി ലതിക സുഭാഷ് പ്രസിഡന്റായ സമയത്ത് തന്നെ പരിഗണനാ ലിസ്റ്റിലുണ്ടായിരുന്ന എന്റെ ഉത്തരത്തിലേക്ക് എന്തിനാണ് ബഹളം വെക്കുന്നത്? അതെ ജൂനിയർ ആയിട്ടുള്ളവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്നു എന്ന് പറയുന്നത് ഈ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായിക്കൊണ്ട് PSC മെമ്പറായി ഇരുന്ന സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പുതിയ ആൾക്കാർ കടന്നു വരുമ്പോൾ അവരെ കൂടി പാർട്ടിക്ക് തീർച്ചയായിട്ടും അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഒരുപാട് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമൊന്നും ഉള്ള ഒരു പ്രവർത്തകയല്ല. പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വട്ടിയൂർക്കാവിൽ സീറ്റ് അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു വനിതയ്ക്ക് നിയോജക മണ്ഡലത്തിലുള്ള ഒരാൾക്ക് കൊടുക്കേണ്ടി വന്നതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോ എല്ലാത്തിനെയും കാസ്റ്റിംഗ് കൗച്ചിലേക്ക് നമുക്ക് മാത്രമല്ല ഈ ആരോപണത്തിൽ ഇപ്പോൾ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന വനിതാ നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഒരു വനിതാ നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഒരു മിനിറ്റ് സിമി റോസ്ബെൽ ഈ ആരോപണം ഉന്നയിക്കുന്നത് വനിതാ നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ടാണ്. അത് ശരിയായ രീതിയാണോ എന്ന് ആലോചിക്കണം. അവർക്കൊരു ഇഷ്യൂ ഉന്നയിക്കാം. ഇന്ന നേതാക്കൾ ഈ വഴിയിലൂടെയാണ് എന്ന് പറയാൻ അവർക്ക് യാതൊരു അധികാരവും അവകാശവും ഇല്ല. അങ്ങനെയെങ്കിൽ തിരിച്ചും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടും. അതുകൊണ്ട് അത് ശരിയായ സമീപനമാണെന്ന് തോന്നുന്നില്ല. അവർക്ക് കോൺഗ്രസിനകത്ത് ഇങ്ങനെ പ്രവണതയുണ്ടെങ്കിൽ അത് ഉന്നയിക്കാം, അത് ശരിയായ രീതിയിൽ ഉന്നയിക്കാം. ഇതൊരു ശരിയായ പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വനിതാ നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർ വന്നത് ഈ വഴിക്കാണ് എന്ന രൂപത്തിൽ പറയുന്നത് ശരിയായ രീതിയല്ല. ഒരു വനിതയുടെ പേര് പറഞ്ഞ സ്മൃതിക്ക് പൊള്ളി.
പുരുഷന്മാരെ ഇട്ട് കുടുംബമില്ല, അവർക്ക് അഭിമാനമില്ല. പുരുഷന്റെ പേര് എങ്ങനെ വേണമെങ്കിലും തട്ടി കളിക്കാം. അവർക്കെതിരെ ആരോപണം വന്ന വെളിപ്പെടുത്തലായി, പീഡകരായി, വേട്ടക്കാരായി, റേപ്പിസ്റ്റുകളായി. അതെന്താ ശ്രുതി? ഇന്നയാൾ എന്നെ പീഡിപ്പിച്ചു എന്നൊരു സ്ത്രീ പറയുന്നതും ഇന്ന ആളുകൾ അധികാരത്തിലേക്ക് വന്നത് വേറെ രൂപത്തിലാണ് എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം രാഹുൽ ഈശ്വർ വീട്ടിൽ പോയിരുന്ന് വിശദമായി കേട്ട് പഠിച്ച് മനസ്സിലാക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇല്ല പുരുഷന്റെ പേര് പറഞ്ഞാൽ കുഴപ്പമില്ല. പുരുഷന്റെ പേര്, സ്ത്രീയുടെ പേര് എന്നുള്ളതല്ല, എങ്ങനെ പറയുന്നു എന്നിടത്താണ് പ്രശ്നം. താങ്കൾ ആ വിഷയം ഒന്ന് വിശദമായി പരിശോധിച്ച ശേഷം പറയൂ. നിങ്ങൾക്ക് പറയാൻ അടിക്കാൻ ഒരു വടി കിട്ടി എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കെതിരെ ഉന്നയിക്കാവുന്ന ഒരു ആരോപണമാണ്, എളുപ്പത്തിൽ ഉന്നയിക്കാവുന്ന ആരോപണമാണ്. സ്ത്രീകൾ എങ്ങനെ മറുപടി പറയണമെന്ന് നേരത്തെ സ്മൃതി പഠിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്റെ മേലെ കയറിയിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഒന്ന് മൈക്ക് മേടിച്ച് നിങ്ങൾക്ക് ചോദിച്ചൂടെ? പിടിച്ചു വെച്ചിട്ട് എത്ര വട്ടം നിങ്ങൾ ഒന്ന് ചോദിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തടഞ്ഞു വെച്ച് നിങ്ങൾക്ക് ചോദിച്ചൂടെ? ഉത്തരം പറഞ്ഞു പോയാൽ മതി എന്ന് പറഞ്ഞൂടെ? കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ഉണ്ടാക്കിയ അന്വേഷണ കമ്മിറ്റിയല്ലേ ഈ ഹേമ കമ്മീഷൻ. അതിന്റെ റിപ്പോർട്ടിന്റെ മുകളിലല്ലേ ഇരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നൊരു പ്രക്ഷോഭത്തിൽ നിങ്ങൾ പോയിട്ടില്ലല്ലോ ഗണേഷ്. നിങ്ങളുടെ പ്രതിഷേധം മുകേഷ് രാജിവെക്കണമെന്നുള്ളതാണല്ലോ. നിങ്ങൾ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത് മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണല്ലോ. മറ്റുള്ളവർ എന്ത് പറയണമെന്ന് നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങളെ ട്വിസ്റ്റ് ചെയ്ത് സംസാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് വരും ദിവസങ്ങളിൽ ഈ ചർച്ച തുടരാം. പ്രക്ഷോഭം തുടരുന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഇന്നത്തെ കേന്ദ്രമന്ത്രി ബിജെപിക്ക് ഒരു രാഷ്ട്രീയ ബാധ്യതയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ എങ്ങനെയെങ്കിലും ഒക്കെ ഡിഫെൻഡ് ദാമോദർ പ്രസാദ്, രാഹുൽ ഈശ്വർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.